അധ്യാപികമാർ ഉൾപ്പെട്ട കോഴിക്കോട്ടെ വടകര MDMA സാമ്പത്തിക ഇടപാട് കേസിലെ പ്രതികളായ കാവ്യ, നിഷ്മ എന്നിവരുടെ പോലീസ് കസ്റ്റഡി ഇന്ന് അവസാനിക്കും. വൈകിട്ട് 4 മണിക്ക് വടകര NDPS കോടതിയിൽ ഹാജരാക്കും. അതേസമയം സാമ്പത്തിക ഇടപാട് കേസിലെ മുഖ്യപ്രതിയായ വയനാട് സ്വദേശിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞില്ല. അടുത്ത കാലത്ത് കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു വടകര MDMA സാമ്പത്തിക ഇടപാട് കേസ്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിലെ മുഖ്യ പ്രതികളും പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപികമാരായിരുന്ന കാവ്യയും നീഷ്മയെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ വടകര NDPS കോടതി വിട്ടത്. യുവതികൾക്ക് അന്തർ സംസ്ഥാന മയക്കുമരുന്ന് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. പ്രതികളിൽ ഒരാളായ കണ്ണൂർ ഇരിട്ടി സ്വദേശി ജിജിൽ കുര്യാക്കോസിന്റെ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. കൂടാതെ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ തുക ഉടൻ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ATM കാർഡ് വഴി പിൻവലിച്ചിട്ടുണ്ട്. ആരാണ് തുക പിൻവലിച്ചത് എന്നറിയാൻ ATM കൗണ്ടറിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ബാങ്കുകൾക്ക് അന്വേഷണ സംഘം കത്തു നൽകിയിട്ടുണ്ട്. തുക പിൻവലിച്ചവർ കേസിൽ പ്രതികളാവും. ഇടപാടിൽ ഉൾപ്പെട്ട വയനാട് സ്വദേശിക്കായുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡിൽ കഴിയുന്ന ഇരിട്ടി സ്വദേശിയെ പയ്യോളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.